കോടമഞ്ഞ് മൂടിയ കുന്നിൻ മുകളിൽ ശാന്തമായ ഒരു ആശ്രമത്തിൽ ചേതൻ എന്നു പേരുള്ള ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. അഗാധമായ ജ്ഞാനത്തിനും നിശബ്ദമായ ധ്യാനത്തിനും പേരുകേട്ട അദ്ദേഹത്തെ സത്യത്തിൻ്റെയും വിവേകത്തിൻ്റെയും അന്വേഷകർ അന്വേഷിച്ചു. ഒരു ദിവസം ഹരി എന്നൊരു ശിഷ്യൻ ഒരു ചോദ്യവുമായി അദ്ദേഹത്തെ സമീപിച്ചു. ചേതൻ മാസ്റ്റർ, ഹരി തുടങ്ങി, നമ്മുടെ ജീവിതത്തിൽ എന്താണ് രഹസ്യമായി സൂക്ഷിക്കേണ്ടത്? സംരക്ഷിക്കപ്പെടേണ്ട ചില വശങ്ങളുണ്ടോ? എണ്ണിയാലൊടുങ്ങാത്ത പാഠങ്ങളുടെ ഭാരം പേറുന്ന കണ്ണുകളുള്ള ചേതൻ മാസ്റ്റർ ചിന്താപൂർവം തലയാട്ടി. തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആലയത്തിൽ സൂക്ഷിക്കേണ്ട ജീവിതത്തിൻ്റെ പവിത്രമായ വശങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കേണ്ട 7 കാര്യങ്ങൾ ഞാൻ പറയാം. 1. നിങ്ങളുടെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ. നിങ്ങളുടെ ചിന്തകളുടെ സങ്കേതത്തിൽ സ്വപ്നങ്ങളെയും അഭിലാഷങ്ങളെയും രഹസ്യമായി പരിപോഷിപ്പിക്കുക. എല്ലാ ലക്ഷ്യങ്ങൾക്കും ലോകത്തിൻ്റെ കരഘോഷം ആവശ്യമില്ല. ചിലത് നിങ്ങളുടെ ആത്മാവിൻ്റെ ശാന്തമായ പൂന്തോട്ടത്തിൽ ഏറ്റവും നന്നായി വിരിയുന്ന അതിലോലമായ മുകുളങ്ങളാണ്. അവ തഴച്ചു വളരാൻ തയ്യാറാകുന്നതുവരെ അവയെ കാത്തു സൂക്ഷിക്കുക. 2. ദയയുടെ പ്രവൃത്തികൾ. നിങ്ങൾ ഒരു സഹായഹസ്തം നീട്ടുമ്പോൾ പ്രവൃത്തി തന്നെ നിങ്ങളുടെ പ്രതിഫലമായിരിക്കട്ടെ. അംഗീകാരത്തിനായി പ്രദർശിപ്പിക്കുമ്പോൾ ദയ അതിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നു. നിങ്ങളുടെ ദയയുള്ള പ്രവൃത്തികൾ നിശബ്ദത പാലിക്കുക. നിങ്ങളുടെ ദയയുള്ള ഹൃദയത്തിന് പ്രപഞ്ചം സാക്ഷിയാകട്ടെ. ആന്തരിക പോരാട്ടങ്ങൾ. നമ്മളെല്ലാവരും ഉള്ളിൽ യുദ്ധങ്ങളെ അഭിമുഖീകരിക്കുന്നു. ചില പോരാട്ടങ്ങൾ നിശബ്ദമായി നേരിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരുമായി നിങ്ങളുടെ ഭാരങ്ങൾ പങ്കിടുക. എന്നാൽ വ്യക്തിപരമായ വെല്ലുവിളികളെ നിശബ്ദമായി മറികടക്കാനുള്ള ശക്തി മനസ്സിലാക്കുക. ആന്തരിക വിജയങ്ങൾ പലപ്പോഴും ഏറ്റവും അഗാധമാണ്. 4. ചാരിറ്റബിൾ സംഭാവനകൾ. നിങ്ങൾ സമയമോ പണമോ വിഭവങ്ങളോ നൽകിയാലും നിങ്ങളുടെ ഔദാര്യം ശ്രദ്ധ തേടാതെ ഒഴുകുന്ന ഒരു നിശബ്ദ നദിയാകട്ടെ. അത് ഒരു കാഴ്ചയായി മാറുമ്പോൾ ദാനധർമ്മത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടും. നിങ്ങളുടെ സംഭാവനകൾ വിവേകത്തോടെ സൂക്ഷിക്കുക. പ്രവൃത്തിയെ തന്നെ അതിൻ്റെ പ്രതിഫലമായി അനുവദിക്കുക. 5. ആത്മീയ ആചാരങ്ങൾ. പ്രബുദ്ധതയിലേക്കുള്ള പാത ഒരു വ്യക്തിഗത യാത്രയാണ്. നിങ്ങളുടെ ആത്മീയ ആചാരങ്ങൾ സ്വകാര്യമായി സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴത്തിലുള്ള പവിത്രമായ സാരാംശം ബാഹ്യമായ സാധൂകരണത്തിൻ്റെ ആവശ്യമില്ലാതെ നിങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന ഒരു ജ്വാലയാകാൻ നിങ്ങളുടെ നിശബ്ദ ഭക്തിയെ അനുവദിക്കുക. 6. ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ. നിങ്ങളുടെ അഗാധമായ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അനുഭവിക്കുമ്പോൾ അവ നിശബ്ദമായി ആസ്വദിക്കൂ. എല്ലാ സന്തോഷങ്ങളും മറ്റുള്ളവർ പങ്കിടുകയോ സാധൂകരിക്കുകയോ ചെയ്യേണ്ടതില്ല. ആനന്ദത്തിൻ്റെ സൗന്ദര്യം നിങ്ങളുടെ ആത്മാവിനും പ്രപഞ്ചത്തിനുമിടയിലുള്ള ഒരു അടുപ്പമുള്ള നൃത്തമായിരിക്കട്ടെ. 7. ഭാവി പദ്ധതികൾ. നിങ്ങളുടെ ഭാവിയുടെ ചരടുകൾ നെയ്തെടുക്കുമ്പോൾ വിശദാംശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എല്ലാ പദ്ധതികൾക്കും ബാഹ്യാഭിപ്രായങ്ങളുടെ സൂക്ഷ്മ പരിശോധന ആവശ്യമില്ല. വിധിയുടെ ചില വിത്തുകൾ വിവേചനാധികാരത്തിൻ്റെ ഫലഭൂയിഷ്ടമായ മണ്ണിൽ നട്ടുപിടിപ്പിക്കുമ്പോൾ നന്നായി വളരുന്നു. മാസ്റ്റർ ചേതൻ ഈ പഠിപ്പിക്കലുകൾ പങ്കുവയ്ക്കുമ്പോൾ ഹരി ശ്രദ്ധയോടെ കേട്ടിരുന്നു. സെൻ മാസ്റ്റർ തുടർന്നു, രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന വിശുദ്ധ കലയിൽ തുറന്നതും സ്വീകാര്യതയും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയെക്കുറിച്ച് അഗാധമായ ധാരണയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ വശങ്ങളെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക. ഹരി ഇപ്പോൾ പ്രബുദ്ധനായി നന്ദി രേഖപ്പെടുത്തി. ഈ പാഠങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ തയ്യാറായി ചേതൻ മാസ്റ്ററുടെ സാന്നിധ്യം വിട്ടു. ആശ്രമത്തിൽ തിരിച്ചെത്തിയ ഹരി ചേതൻ മാസ്റ്ററുടെ ജ്ഞാനം പ്രയോഗിക്കാൻ തുടങ്ങി. സ്വസ്ഥമായ നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം തൻ്റെ വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ കാത്തു സൂക്ഷിച്ചു. അവരുടെ സമയത്ത് തഴച്ചു വളരാൻ അവയെ അനുവദിച്ചു. കാരുണ്യപ്രവൃത്തികൾ അനുകമ്പയുടെ നിശബ്ദ നദികളായി അംഗീകാരം തേടാതെ അനായാസമായി ഒഴുകുന്നു. ആന്തരിക പോരാട്ടങ്ങളെ സഹിഷ്ണുതയോടെ അഭിമുഖീകരിച്ചു. വ്യക്തിപരമായ വെല്ലുവിളികൾക്കെതിരായ വിജയങ്ങൾ നിശബ്ദമായ വിജയമായി ആഘോഷിക്കപ്പെട്ടു. ഔദാര്യത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ചാരിറ്റി സംഭാവനകൾ വിവേകപൂർവം ചെയ്തു. ആത്മീയ ആചാരങ്ങൾ ഹരിയുടെ ആത്മാവിനും പ്രപഞ്ചത്തിനുമിടയിലുള്ള ഒരു വിശുദ്ധ നൃത്തമായി മാറി. ബാഹ്യമായ സാധൂകരണത്തിൻ്റെ ആവശ്യമില്ല. ആനന്ദത്തിൻ്റെ നിമിഷങ്ങൾ നിശബ്ദമായി ആസ്വദിച്ചു. ഭാവി പദ്ധതികൾ വിവേചന ബുദ്ധിയോടും കരുതലോടും കൂടി നെയ്തു. എല്ലാം ലോകത്തിന് പങ്കുവെക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിയ ഹരി മൗനത്തിൻ്റെ കാവൽക്കാരനായി.
ഹരിയുടെ രൂപമാറ്റം ശ്രദ്ധിക്കപ്പെടാതെ പോയില്ല. സഹസന്യാസിമാർ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ശാന്തവും കേന്ദ്രീകൃതവുമായ പെരുമാറ്റം നിരീക്ഷിച്ചു. അവർ അവൻ്റെ മാർഗനിർദ്ദേശം തേടി. ഇപ്പോൾ നിശബ്ദമായ ജ്ഞാനത്തിൻ്റെ പ്രകാശഗോപുരമായ ഹരി മാസ്റ്റർ ചേതൻ്റെ പഠിപ്പിക്കലുകൾ മറ്റുള്ളവരുമായി പങ്കുവച്ചു. രഹസ്യങ്ങളുടെ പവിത്രതയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുത്തു. മാസ്റ്റർ ചേതൻ അവൻ്റെ പഠിപ്പിക്കലുകളുടെ അലയൊലികൾ നിരീക്ഷിച്ചു. അംഗീകാരത്തോടെ തലയാട്ടി. 7 വിശുദ്ധ രഹസ്യങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരു സങ്കേതമായി ഈ മഠം മാറി. ജ്ഞാനോദയത്തിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാർ ശ്രദ്ധാപൂർവമായ നിശബ്ദതയുടെ കലയെ സ്വീകരിച്ചു. How to watch this video? You can like, share and subscribe.